everyone. Good evening. വെൽക്കം ടു ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0 സെഷൻ 5 ആണ് കേട്ടോ ഇന്ന് നമ്മുടെ. സോ ഈ ഒരു പേര് പോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇല്ലുമിനേഷൻ എന്നാണ് നമ്മുടെ സെഷൻ 5ന്റെ പേര്, വിച്ച് ഇസ് അലൂമിനി സക്സസ് സ്റ്റോറീസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു സെഷന്റെ മേജർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ ലേൺ വൈസിൽ മുമ്പ് ജോയിൻ ചെയ്തിട്ടില്ല, ഇപ്പൊ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0 എന്ന് പറയുന്നത് 9 ബാച്ചാണ്. ഇപ്പൊ നിങ്ങളുടെ 9ാമത്തെ ബാച്ചാണ് നിങ്ങളിപ്പോ ഉള്ള ബാച്ച്. ഓക്കെ, അപ്പൊ മുമ്പ് പാസ് ഔട്ട് ആയി പോയ സ്റ്റുഡൻസ്, ഇപ്പോ തേർഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ്, നമ്മൾ യൂഷ്വലി ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഒരു തേർഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് ആ സ്കൂള്, എങ്ങനെയുണ്ട് ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്നുണ്ടോ നല്ലോണം, അതുപോലെ പാടാണോ പഠിക്കാൻ, അല്ലെ എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ട്. നമ്മൾ യൂഷ്വലി നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്തൊക്കെ കോളേജിലെ എക്സാംസിന് മുമ്പ് പോയി ചോദിക്കാറുണ്ടല്ലോ, എക്സാംസ് ഒക്കെ എങ്ങനെയാണ്, പാടാണോ, ഈസി ആയിട്ട്, എളുപ്പമാണോ, നമുക്ക് പാസ് ആവാൻ പറ്റും ഈസി ആയിട്ട്, അല്ലെ. അങ്ങനെ നിങ്ങൾക്കും ഒരു ഡൗട്ട്, ഒബ്വിയസ്ലി സ്കൂളും കോളേജും പോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി, അല്ലെ. സോ ലേൺ വൈസ് നിങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ പോലെ നമുക്ക് എടുക്കാം, അല്ലെ. സോ അപ്പൊ നിങ്ങളുടെ മനസ്സിലും ഒരു ചിന്ത വന്നേക്കാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എവിടുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻസ് ആയിട്ട് പഠിക്കായിരുന്നു, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണിത്. അപ്പോൾ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഭാഗത്തെ അവരുടെ എക്സ്പീരിയൻസസ്, അവർ എങ്ങനെ ക്രാക്ക് ചെയ്തു എക്സാംസ്, അവരെങ്ങനെ അസൈൻമെന്റ്സ് എഴുതി, അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയോ, അവര് ഈ അവരുടെ ഒരു ജേർണി, അല്ലെ. അതായത് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഇപ്പൊ BA ആണ് എന്നുണ്ടെങ്കിൽ ആ 3 വർഷത്തെ ആ ഒരു ജേർണി, അല്ലെങ്കിൽ MA ആണെന്നുണ്ടെങ്കിൽ 2 കൊല്ലത്തെ ആ ഒരു ജേർണി, എല്ലാവരുടെയും ജേർണി ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ. ഇപ്പൊ ഞാൻ പഠിച്ച ജേർണി ആയിരിക്കില്ല വേറൊരാൾ പഠിക്കുന്ന സമയത്തുള്ള ജേർണി. ഓരോരുത്തർക്കും അവരവരുടെ ഒരു ജേർണി ഉണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ആ ഒരു ജേർണിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇൻസൈറ്റ് തരിക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെഷൻ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്നെ കുറച്ച് പേർക്കൊന്നും അറിയുണ്ടാവില്ല. എൻ്റെ പേര് വൈഷ്ണവി എന്നാണ്. മുമ്പ് ചില സെഷൻസിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ. ഞാൻ ലേൺ വൈസിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അക്കാഡമിക് മെന്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിവിടെ ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഒക്കെ കഴിയാനായി. ഇപ്പോൾ 4th ഇയറിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ലേൺ വൈസിൽ മെന്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ട്. സോ ഞാൻ മെന്റർ ആവുന്ന സമയത്ത്, ഞാൻ മെന്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തുള്ള സ്റ്റുഡൻസ് വരെ നമുക്ക് ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ഒരു കീ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുക, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെ. ഒരാളുടെ സക്സസ് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ അയാൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ, ഇത് നമുക്കും പറ്റും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും, അല്ലെ. അത് നമ്മൾ യൂഷ്വലി സ്വന്തമായിട്ടുള്ള ഒരു ജേർണി വേറൊരാൾ നമ്മളെടുത്ത് ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും എന്നുള്ളൊരു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, അല്ലെ. സോ ബേസിക്കലി നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുക, ഇനി വരുന്ന നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ജേർണി നിങ്ങൾക്ക് നന്നായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തരിക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ സെഷന്റെ. രണ്ടാമത്, നിങ്ങൾക്ക് ഒരു അഡ്വൈസ് പോലെ, അല്ലെ, നമ്മൾ ഒരു സീനിയേഴ്സ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന പോലെ നിങ്ങളത് കണ്ടാൽ മതി. അവരുടെ ഒരു പ്രാക്ടിക്കൽ ടിപ്സും അവരെങ്ങനെയൊക്കെയാണ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചത്, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലത്തെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഗ്നോയുടെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു അവർ ട്രൈ ചെയ്തത് എക്സാംസിന് നല്ല മാർക്ക് മേടിക്കാനൊക്കെ എന്നുള്ള ഒരു ജേർണി നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് കാണിക്കുക. അതിലുള്ള ടിപ്സും പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസസും ഒക്കെ തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെഷന്റെ ഫോക്കസ് വൈ ഇലുമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു തേർഡ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു മെന്റർ, ഇപ്പൊ നിങ്ങളുടെ ഒരു കോൺടാക്റ്റിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ ആസ് വെൽ ആസ് നിങ്ങളുടെ മെന്റർ ആയിരിക്കും, അല്ലെ. നിങ്ങളുടെ മെന്റർ ആരാണോ അവർ നിങ്ങളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി നമുക്ക് ഒരു സെഷന്റെ ഐഡിയ ഒക്കെ ഈ പഴയ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ, ഇപ്പൊ സെഷൻ 1 തൊട്ടിട്ട് സെഷൻ 5 വരെയുള്ള, സെഷൻ 6 വരെയുള്ള നമ്മൾ കടന്നു പോയിട്ടുള്ള ഓറിയന്റേഷൻ സെഷൻസിന്റെ ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇഗ്നോ എന്താണ്, ലേൺ വൈസ് എന്താണ്, ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ. അതുപോലെ സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ മനസ്സിലൊരു കുട്ടി ചിന്ത ഉണ്ടായിട്ടുണ്ടാവും, എനിക്ക് പഠിക്കാൻ പറ്റുമോ, ആ ഒരു വൈ ക്വസ്റ്റ്യൻ, അല്ലെ. ആ ഒരു വൈ ക്വസ്റ്റ്യൻ ഇന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ഇന്ന് വെച്ചിരിക്കുന്നത്.
ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ അലുമിനി പാനലിനെ നമുക്ക് മീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കീർത്തി BA സൈക്കോളജി, പിന്നെ മഞ്ജുഷ MBA, അനഘ MA സൈക്കോളജി, ജിനിൽ തോമസ് MCOM, ഷാന തസ്നി MBA ആൻഡ് ധന്യ ജയറാം MA സൈക്കോളജി. ഇത്രയും പേരാണ് നമുക്ക് അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ. സോ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസസ് ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല അല്ലെ. ഇനി നമുക്ക് പേഴ്സണലി വിളിച്ച് കോൾ ചെയ്യാനോ, കാരണം ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്, അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. സോ നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ പിന്നെ കിട്ടിയെന്ന് വരില്ല. ഇതിന്റെ റെക്കോർഡഡ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ആക്കിയിരിക്കുക കേട്ടോ. വീഡിയോ ഓൺ ആക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർ നിങ്ങളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും കേൾക്കാനുണ്ട് എന്നുള്ള ഒരു ഇത് വേണ്ടേ, അവർക്ക് ഒരു ഫീല് കിട്ടണ്ടേ. എന്നാൽ മാത്രമല്ല അവർ പറയുന്നത് നിങ്ങൾക്കും അതുപോലെ ഫേസ് ടു ഫേസ് ഒരു ടോക്ക് പോലെ ആവുള്ളൂ അത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കുക. സോ ദാറ്റ് രണ്ടുപേർക്കും, കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അതൊരു ജോയ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവും. ഓക്കെ. സോ നമുക്ക് അലൂമിനി സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഐ ഇൻവൈറ്റ് ഷാന തസ്നി ഫ്രം നമ്മുടെ MBA Jan 23 ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണ് ഷാന തസ്നി. ഐ ഇൻവൈറ്റ് ഷാന തസ്നി ടു ഷെയർ ഹർ വാല്യുബിൾ എക്സ്പീരിയൻസ്. ഷാന, കേൾക്കാമോ പറയുന്നത്? എന്റെ പേര് തസ്നിമയാണ്. ഞാൻ അഴീക്കോടാണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രം. എനിക്ക് ഇഗ്നോയെ കുറിച്ച് നേരത്തെ അറിയാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. പക്ഷെ ലേൺവൈസിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴിയാണ് അറിയുന്നത്. ലേൺവൈസില് വാണി മാം, ലേൺവൈസിലെ വാണി വിജയൻ എന്ന് പറഞ്ഞ മാം ആയിരുന്നു എന്റെ മെന്റർ. മാമിന്റെ വളരെയധികം സപ്പോർട്ട് എനിക്ക് അന്നും ഇന്നും ഇപ്പോഴും ഉണ്ട്. അതിൽ ഞാൻ ഒത്തിരി നന്ദി പറയാണ് മാമിന്റെ അടുത്ത്. ലേൺവൈസിൽ വന്നതിന് ശേഷം ആണ് എനിക്ക് കൂടുതൽ എം ബി എ കുറിച്ച് കൂടുതൽ താല്പര്യം, ഈ കോഴ്സ് ചെയ്യാനുള്ള താല്പര്യം കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ആദ്യം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചേർന്നെങ്കിലും പിന്നീട് മതിയാക്കി പോകണമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വന്നായിരുന്നു. ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്. ഡെന്റൽ കോളേജിൽ അവിടെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ ഇതിനിടയിലെല്ലാം ഫാമിലി, ജോലി, ഇതിനിടയിലെല്ലാം കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കം മുതലേ, ഇപ്പോഴും എല്ലാം. പക്ഷെ നന്നായിട്ട് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വരെ എത്താൻ എനിക്ക് മാമിന്റെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ നിർത്തിപ്പോവാൻ തീരുമാനിച്ചപ്പോഴും മാം തസ്നി നിർത്തരുത്, തുടർന്ന് തന്നെ പോകണം, അതിനുള്ള മോട്ടിവേഷൻ തന്നു. കറക്റ്റ് ടൈമിൽ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എഴുതാനൊക്കെ മടിക്കുമ്പോൾ മാം നന്നായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിൽ അടുത്ത മാസം വെക്കണം, തസ്നിക്ക് വെക്കാൻ പറ്റും, തസ്നിയെ കുറച്ച് സമയം അതിനുവേണ്ടി കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോജക്റ്റിന് മാമിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫീസ് ഒക്കെ അടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും മാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ ഫീ അടച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് മാമിന്റെ അടുത്ത്. ഇപ്പോൾ ഒരു MBA ആയിട്ടിരിക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്. എന്നെ പോലെ തന്നെ നിങ്ങളും എല്ലാവരും ലേൺവൈസിൽ അല്ലെങ്കിൽ അതുപോലുള്ള എഡ്യൂക്കേറ്റേഴ്സ് നല്ല സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്നുള്ള ഒരു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലേൺവൈസ് കൊണ്ടുള്ള നമുക്ക് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. ജോയിൻ ചെയ്യുക എല്ലാവരും. ഇഗ്നോയിൽ ജോയിൻ ചെയ്തെന്ന് വെച്ച് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റ് മാത്രം നമുക്ക് അയച്ചു തരും അവര്. ബാക്കി നമുക്ക് എന്താണ് കാര്യങ്ങൾ അങ്ങോട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. ഈ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക എന്നുള്ള പുറമെ നമുക്ക് വേറൊരു അറിവും അതിനകത്ത് കിട്ടാനില്ല. അപ്പോൾ ലേൺവൈസ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അയച്ചു തരും. അവർ തരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൻ്റെ മെയിൻ ടോപ്പിക് അവർ നമുക്ക് പറഞ്ഞു തരും. ബ്ലോക്ക് വൈസ് നമ്മൾ പഠിച്ചാൽ മതി. ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പാസ്സാവാനേ ഉള്ളൂ. വളരെ നല്ലൊരു പ്ലേസ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലേൺവൈസ് കൊണ്ട് ഉണ്ടാകുന്നത്. ലേൺവൈസിലെ എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഈ അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. ടസ്നി, താങ്ക് യു സോ മച്ച്. ടസ്നി പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഡൗൺ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ നമ്മുടെ ലൈഫിൽ. ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയും പഠിക്കാനുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ടൈം ഉണ്ടാവും നമ്മുടെ സ്റ്റഡി ജേർണിയിൽ, എഡ്യൂക്കേഷൻ ജേർണിയിൽ. ആ സമയത്ത് നമുക്ക് എപ്പോഴും ഒരു മെന്റർ സൈഡ് ബൈ സൈഡ് ഉണ്ടാവും എന്നുള്ളതാണ് ലേൺ വൈസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സോ നിങ്ങളെ മെന്റർ വിളിക്കും, വീക്കിലി കോൾ ചെയ്യുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യും, അസൈൻമെന്റ്സ് വെക്കാനായിട്ട് ഒരു ഡെഡ് ലൈൻ വെക്കും. സോ ഡെഡ് ലൈൻ ഒക്കെ വെക്കുന്ന സമയത്ത് ഈ മാസം ഇത്രാം തീയതിയുടെ ഉള്ളിൽ അസൈൻമെന്റ്സ് വെക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓക്കെ ഒരു ഡേറ്റ് എന്റെ മെന്റർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അടുത്ത ആഴ്ച എന്റെ മെന്റർ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഉത്തരം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ ഡെഡ് ലൈൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ ഒരു സ്റ്റുഡന്റ് പോലെ, അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് ഒക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ വീട്ടിലത്തെ കാര്യങ്ങൾ വരെ നമ്മളടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ മെന്റർ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ ഷാനിക്ക് തസ്നിക്ക് കിട്ടിയ പോലെ തന്നെ, തസ്നി ജേർണി കംപ്ലീറ്റ് ആക്കിയ പോലെ തന്നെ നിങ്ങളെ എപ്പോഴും മെന്റർ സൈഡ് ബൈ സൈഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, സോ തസ്നി, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ജേർണിയിൽ. എല്ലാവിധ ആശംസകളും നേരുന്നു ലേൺ വൈസ് ടീമിന്റെ വക. ഓക്കെ, താങ്ക് യു സോ മച്ച് തസ്നി. താങ്ക് യു. നമുക്ക് താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് അലൂമിനി ആരാന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ അലൂമിനി മഞ്ജുഷയാണ്. മഞ്ജുഷ ഫ്രം MBA Jan 23. മഞ്ജുഷ, ഐ ഇൻവൈറ്റ് യു ടു ഷെയർ യുവർ എക്സ്പീരിയൻസ്. മഞ്ജുഷ, കേൾക്കാമോ ഞാൻ പറയുന്നത്? യെസ് മാം, കേക്കാം. ഓക്കെ മഞ്ജുഷ, പറഞ്ഞോളൂ. ഓക്കെ. ഹായ് ഓൾ, എൻ്റെ പേര് മഞ്ജുഷ. ഞാനിപ്പം വർക്കിംഗ് ആണ്. വർക്കിന്റെ കൂടെ തന്നെയാണ് ഞാൻ MBA രജിസ്റ്റർ ചെയ്തത്. എനിക്കും ആദ്യം ലേൺ വൈസിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇഗ്നോറിൽ രജിസ്റ്റർ ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാനും ലേൺ വൈസിനെ പറ്റി അറിയുന്നത്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു MBA തന്നെ പഠിച്ചെഴുതാം. അപ്പൊ എന്നെ കുറെ പേര് എന്നോട് പറഞ്ഞു MBA അങ്ങനെ എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര പാടാണ്, അല്ലാതെ പോയി പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അല്ലാതെ ഒരു 2 ഇയേഴ്സ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുത്തു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലേൺ വൈസൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് MBA ഇപ്പം കിട്ടാൻ തന്നെ കാരണം ഈ ലേൺ വൈസിന്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, പഠിക്കാൻ ടൈം കിട്ടാറില്ല പല ടൈമിലും. പിന്നെ MBAക്കാർക്ക് എല്ലാ സെമ്മിലും, തേർഡ് സെം ഒഴിച്ച് ബാക്കി എല്ലാ സെമ്മിലും 7 അസൈൻമെന്റ്സോളം ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ തേർഡ് സെമ്മിൽ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ അത്യാവശ്യം നല്ല ടൈം വേണം. അതുകൂട്ട് തന്നെ അതേന്നും പറഞ്ഞിരിക്കുകയും വേണം. പല ടൈമിലും ചിലപ്പം ഈ നമ്മൾ എന്താ പറയാ, നല്ല തിരക്കായി പോയി ഈ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ മറന്നുപോകും. ഇപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആണെങ്കിലും റീ രജിസ്റ്റർ ചെയ്യണ്ടേ. നമ്മൾ ഫസ്റ്റ് സെമ്മിലാണ് നമ്മൾ രജിസ്ട്രേഷൻ, സെക്കൻഡ് സെം തൊട്ട് നമുക്ക് റീ രജിസ്റ്റർ ചെയ്യണം. സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം ഒക്കെ റീ രജിസ്റ്റർ ചെയ്യണം. ഇതിനൊക്കെ ഡെഡ് ലൈൻ ഉണ്ട്. അപ്പം അങ്ങനെ അതിന്റെ ഡെഡ് ലൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്റെ ആദ്യത്തെ മെന്റർ ആരതി മാം ആയിരുന്നു. അപ്പം മാം ആയിരുന്നു എനിക്ക് കറക്റ്റ് ടൈമിന് അത് രജിസ്റ്റർ ചെയ്തോ എന്ന് എനിക്ക് 3-4 വട്ടം അവർ അലേർട്ട് വരും. അതുപോലെ തന്നെ പിന്നെ എന്റെ മെന്റർ സ്നേഹ മാം ആയിരുന്നു. ഇപ്പോഴും സ്നേഹ മാം ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന്റെ ഡെഡ് ലൈൻ ഇതൊക്കെ നമ്മൾ മിക്കവാറും നമ്മൾ തിരക്കില് സത്യം പറഞ്ഞാൽ മറന്നു പോകും. നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഡ് ചെയ്യാം, പക്ഷെ നമ്മൾ പാസ് ആകില്ല. അസൈൻമെന്റും എക്സാമും പാസ് ആയെങ്കിലേ നമുക്ക് MBA കിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഒരു വലിയ ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ലേണേഴ്സിന് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് MBA കിട്ടിയത്. ഈവൻ എക്സാം ടൈമിലാണെങ്കിലും നമുക്ക് ഒരു ടെസ്റ്റ് മാത്രമേ ഇഗ്നു പ്രൊവൈഡ് ചെയ്യുള്ളൂ. ആ ടെസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല എന്താ പറയാ, ഭയങ്കര വൈഡാണ്. കുറെ കാര്യങ്ങൾ അതിലുണ്ട്. നമുക്ക് എക്സാം ടൈമിൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് ലേൺ വൈസിൽ തന്നെ എക്സാം പോയിന്റ്സ് തരും. അത് മാത്രം പഠിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ MBA കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ടെക്സ്റ്റ് യൂസ് ചെയ്ത് വളരെ കുറവായിരുന്നു. കാരണം ടെക്സ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഉള്ളത്. നമ്മുടെ എക്സാം പോയിന്റ്സിലാണെങ്കിൽ ലേൺ വൈസിൽ PYQ അനാലിസിസ്, എക്സാം പോയിന്റ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചാൽ തന്നെ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. ഈ എക്സാം ടൈമിൽ നമുക്ക് അതിനുള്ള ടൈമും ഇല്ല.
അപ്പൊ അതിനൊക്കെ ലേൺവൈസ് നല്ല പോലെ എനിക്ക് ആ ആപ്പ് നല്ലോണം എനിക്ക് ഉപയോഗമായിട്ടുണ്ട്. സോ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുക. MBA അത്യാവശ്യം എഴുതിയെടുക്കാം, നമുക്ക് എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ സബ്ജക്ട്സ് കുറച്ച് കൂടുതലായിരുന്നു MBAക്ക്. പിന്നെ അവരുടെ സപ്പോർട്ട് എല്ലാ ദിവസവും നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ക്ലിയർ ചെയ്യാം. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെന്ററിനോട് പറഞ്ഞാൽ മെന്റർ വഴി നമുക്കത് ക്ലിയർ ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ലേൺവൈസിന്ന്. സോ എൻ്റെ ഒരു MBAയിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ലേൺവൈസ് സബ്സ്ക്രൈബ് ചെയ്തതാണ്. സോ ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല. കറക്റ്റ് ആയിട്ട് എല്ലാം നമുക്ക് ടൈമിന് ചെയ്യാൻ പറ്റും. സോ എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു സപ്പോർട്ടായിരുന്നു ലേൺവൈസിന്ന്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് മഞ്ജുഷ. ഇപ്പൊ മഞ്ജുഷ പറഞ്ഞ പോലെ MBAക്കാർ പേടിക്കണ്ട കേട്ടോ. MBA സ്റ്റുഡൻസ് ഒരുപാട് ഉണ്ട് എന്ന് എനിക്കറിയാം. പേടിക്കണ്ട, ഇത് കേട്ടിട്ടൊന്നും പേടിക്കണ്ട. നമ്മൾ എല്ലാ കോഴ്സിനും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ MBA പോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ ബാക്കിയുള്ള കോഴ്സ് എടുക്കുന്ന സമയത്ത് MBA കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളും അതുപോലെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളും എക്സാംസിന്റെ ഇപ്പൊ മഞ്ജുഷ പറഞ്ഞ പോലെ തന്നെ എക്സാംസിന്റെ ഒരു ലൈവ് റിവിഷൻ സെഷൻ എക്സാം സ്പെഷ്യൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസിന്റെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് തരും. അപ്പൊ അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മാത്രം ചെയ്താൽ മതി നല്ലപോലെ. സോ MBA സ്റ്റുഡൻസ് പേടിക്കേണ്ട, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് മഞ്ജുഷ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ. സ്റ്റേ കണക്റ്റഡ് കേട്ടോ. നമ്മുടെ ലേൺവൈസിൽ മെന്റേഴ്സ് ഇപ്പൊ സ്നേഹയായിട്ടൊക്കെ കണക്ഷൻ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് Sure. അടുത്ത താങ്ക് യു മഞ്ജുഷ. അടുത്ത അലൂമിനി ആരാന്ന് നോക്കാം നമുക്ക്. So next is Dhanya from MA Psychology, Jan 23 batch. Dhanya, I invite you to share your experience. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മാം ഒരു ഇതുണ്ട്, ഞാൻ ജാൻ 23 അല്ല, ഞാൻ ജൂലൈ 22 ആണ്. ഓക്കെ ഓക്കെ ധന്യ. ധന്യ വീഡിയോ ഓൺ ആക്കാമോ? കാണുന്നില്ല ധന്യനെ. ഇങ്ങനെ പറഞ്ഞാൽ മതിയെങ്കിൽ ദിസ് ഇസ് കൺവീനിയന്റ് ഫോർ മീ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, അതെ ഫൈൻ, പറഞ്ഞോ. ഞാൻ ജൂലൈ 22 ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. ആക്ച്വലി എന്റെ പേര് ധന്യ ജയറാം. എന്റെ വീട് കോഴിക്കോടാണ്. ഐ എം 40 years old. എനിക്ക് ഓൾറെഡി ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. എനിക്ക് ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബോട്ടണി, MSc ബോട്ടണി ആണ് ഓൾറെഡി. അപ്പം സൈക്കോളജി ഒരു പാഷൻ ആയിട്ട് എന്റെ ലേറ്റ് 30s എനിക്കൊരു മോഹം വന്നു സൈക്കോളജി പഠിക്കണമെന്ന്. അപ്പൊ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ, നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഗ്നോ ആണ്. സോ ഇഗ്നോ എന്ന് പറയുന്ന ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആണ്. സോ ഐ ഹാവ് ഓപ്റ്റഡ് ഫോർ ഇഗ്നോ. അങ്ങനെ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഡിസംബറിലായിട്ടാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നത്. ഈ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി നമുക്ക് പഠിക്കാൻ എത്ര ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത്. ആ സ്റ്റഡി മെറ്റീരിയൽസ്, അതും ഞാൻ ഒരു MSc ബോട്ടണി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സൈക്കോളജി. യാതൊരു തരത്തിലും എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ടോപ്പിക് ആയിരുന്നു സൈക്കോളജി. അതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം പഠിക്കണം എന്ന് വിചാരിച്ചെടുത്ത ടോപ്പിക്കാണ്. അപ്പം ഇത് എങ്ങനെ പഠിച്ച് ജൂണിൽ എക്സാം എഴുതും എന്നുള്ള ഒരു ടെൻഷൻ വന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ അതിനുള്ള എങ്ങനെ പഠിക്കാം, അതിന് എങ്ങനെ ക്ലാസ്സസ് എവിടെ നിന്ന് കിട്ടും നോക്കുക. അപ്പൊ സൂം മീറ്റ്സ്, ഇതുപോലെ ഗൂഗിൾ മീറ്റ്സ് ഒക്കെ നമ്മുടെ സെന്ററിന് വെച്ചു. പക്ഷെ അതിന്റെ ഒക്കെ ഒരു ഡ്രോബാക്ക് ഞാൻ മനസ്സിലാക്കിയത്, പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ്, അതായത് ലാസ്റ്റ് ഇയർ 4th year സ്റ്റുഡൻസ്, 3rd year സ്റ്റുഡൻസ് ഒക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അവര് ജസ്റ്റ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് 3rd year സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണ് നമുക്ക് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ പോലെ, പിന്നെ കുറച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുള്ള കാര്യങ്ങൾ
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ക്ലാസ്സുകളായിട്ട് ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ച് സൂം മീറ്റ് ഒക്കെ വെച്ച് തന്നുകൊണ്ടിരുന്നത്. അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളെ വിളിച്ചു, അവരോട് ഗൈഡൻസ് ചോദിച്ചു. അങ്ങനെ സയ്യിദ് ഷബീർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറിനെ വിളിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ലേൺ വൈസ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന്. പിന്നെ ഞാൻ ലേൺ വൈസിന്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടു. അപ്പം യൂട്യൂബ് വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് നബീൽ സാറിന്റെ ക്ലാസ് നന്നായിട്ട് ഒരു ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇവിടെ ലേൺ വൈസിന്റെ ഹൈക്ക് വൈസ് ലേണിങ്ങിന്റെ മലാപ്പറമ്പുള്ള ഞാൻ കോഴിക്കോടുകാരിയാണ്. അപ്പം കോഴിക്കോട് മലാപ്പറമ്പിലുള്ള ഹൈക്ക് വൈസ് ലേണിങ്ങിന്റെ ഓഫീസിൽ പോയി. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് ഓപ്റ്റ് ചെയ്യുള്ളൂ. സോ അവിടെ ചെന്ന സമയത്ത് അവിടെ റസൽ സാർ ഉണ്ടായിരുന്നു. അപ്പം അവര് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, എങ്ങനെയാണ് അവരുടെ ക്ലാസ്സസ് അതിന്റെ ആപ്പിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനത് ജനുവരി 23rd അപ്പൊ പിന്നെ എനിക്ക് ഒരു 6 months മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ആ ഒരു റിഡക്ഷൻ ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഒറ്റ സെറ്റില് ഫീ അടയ്ക്കേണ്ട, ഇൻസ്റ്റാൾമെന്റ് ആക്കി തരാന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു, ജോയിൻ ചെയ്തു. എനിക്ക് ഈ ലേൺ വൈസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള നബീൽ സാറിന്റെ ക്ലാസ്, ഒരു സൈക്കോളജിയിൽ നബീൽ സാറിന്റെ ക്ലാസ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ ക്ലാസ്സസും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പിന്നെ ഞാൻ മെന്റർ ഇല്ലാത്ത പാക്കേജ് ആണ് എടുത്തത്. പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ എല്ലാ ക്ലാസ്സസും ഒരുപാട് ഡ്യൂറേഷൻ ആയിട്ട് ക്ലാസ്സസ് വലിച്ചു നീട്ടുന്നില്ല. വളരെ പിൻ പോയിന്റ് ആയിട്ട് ചെയ്തിട്ട് പോയിന്റ്സുകൾ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ ഡ്യൂറേഷൻ ഒരുപാടില്ല, കുറഞ്ഞ ഡ്യൂറേഷനിൽ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോകുന്ന അവരുടെ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ്. നമ്മൾ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സിൽ നോക്കിയാൽ ആ പോയിന്റ്സ് കൃത്യമായിട്ട് എന്തെല്ലാം പോയിന്റ്സ് ആണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് എന്നുള്ളത് അത് പോയിന്റ് വൈസ് വളരെ പ്രിസൈസ് ആയിട്ട് ലേൺ വൈസിന്റെ വാല്യൂ ആഡഡ് നോട്ട്സിൽ നമുക്ക് ലഭിക്കും. പിന്നെ ലേൺ വൈസിന്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഇഗ്നോയില് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ, ഒരു ടേം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 10 yearsന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കി അതിന്റെ ആൻസർ ഒന്ന് തറോ ആക്കിയിട്ട് പോയാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എക്സാമിൽ പാസ്സായിരിക്കും. അപ്പൊ ഇവരുടെ ഈ ആപ്പില്, ലേൺ വൈസിന്റെ ആപ്പില് ഒരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ചാൽ ടേം ആൻഡ് എക്സാംസിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതാണോ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അവര് ഏത് വർഷം, ടേം ആൻഡ് TEE December 2022, ടേം ആൻഡ് June 2025, അങ്ങനെ ഏത് ഇയർ ആണ് ആ ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ളത് അടക്കം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കിട്ടും. കൂടാതെ ഇവർ കൊടുക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും. എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ്. കുറച്ച് നമ്മൾ ഇലാബറേറ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പൊ അത് നോക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആപ്പിൽ ഞാനത് കണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് ആണ്. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഞാനൊരു ബോട്ടണി സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് മാത്തമാറ്റിക്സിൽ അത്ര ഒരു പ്രാവീണ്യം കുറവാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത സാർ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ ടു ഹിം. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരികയും ഇതുപോലെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. ചില പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. നമ്മൾ ആ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് അത് എക്സാമിന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്നുള്ളത് ഷുവർ ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു, എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
റിസർച്ച് മെത്തഡോളജി MA സൈക്കോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിസർച്ചിന്റെ ആദ്യ പാഠങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് റിസർച്ച് സൈക്കോളജിയിൽ. അപ്പം അത് ഒക്കെ നന്നായിട്ട് ലേൺ വൈസിന്റെ ക്ലാസ്സിൽ എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേൺ വൈസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അസൈൻമെന്റ്സ് ആണ്. മാം കൂടുതൽ സമയം ആയോ? ഇല്ല സംസാരിച്ചോളൂ. പിന്നെ അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം സോൾഡ് അസൈൻമെന്റ്സും നമുക്ക് ഉണ്ടാവും ലേൺ വൈസിന്റെ നമ്മുടെ ആപ്പില്. പക്ഷെ നമ്മൾ ശരിക്കും ആ അസൈൻമെന്റ്സ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കരുത്. ബിക്കോസ് നമ്മളൊരു കാര്യം പഠിക്കുകയാണല്ലോ. അപ്പൊ നമ്മളുടേതായിട്ടുള്ള കുറച്ച് എഫേർട്ടും അതിൽ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഞാൻ ലേൺ വൈസിന്റെ അസൈൻമെന്റ്സ് നോക്കുമായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് നോക്കുമായിരുന്നു, കുറച്ചധികം റെഫറൻസ് നെറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എഴുതിയത്. പക്ഷെ നമുക്ക് എങ്ങനെ എഴുതണം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം, എന്ത് ചെയ്യണം ആ അസൈൻമെന്റിൽ എന്നുള്ളത് നമുക്ക് ഈ ലേൺ വൈസിന്റെ ആ അസൈൻമെന്റ് പാർട്ട് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അത് നമ്മൾ അസൈൻമെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ആപ്പാണ് ലേൺ വൈസ്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു അസൈൻമെന്റ് എങ്ങനെ എഴുതണം, ഒരു ക്വസ്റ്റ്യൻ വന്നു അത് എങ്ങനെ ആൻസർ ചെയ്യണം, അതിൽ എന്തെല്ലാം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നെല്ലാം നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. അപ്പം ലേൺ വൈസിന്റെ ആ അസൈൻമെന്റ്സിന്റെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു രൂപരേഖ നമുക്ക് കിട്ടും. പിന്നെ ഇവരുടെ ആപ്പ് വളരെ സിസ്റ്റമാറ്റിക്കൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3. അത് നമുക്ക് ആ ബ്ലോക്ക് 1 ഓപ്പൺ ചെയ്താൽ അതിന്റെ ചാപ്റ്റർ, അത് ഇത്ര ലെസൺസ് ഇന്ന പോർഷൻസ്, ഈ ലെസൺസിൽ എവിടെയൊക്കെ എന്തൊക്കെ വാല്യൂ ആഡഡ് നോട്ട്സ്, അത് നമുക്ക് ഏതൊരാൾക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ മെന്റർ ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് നന്നായിട്ട് മനസ്സിലാകുകയും നന്നായിട്ട് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ലേൺ വൈസിന്റെ ആപ്പ്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഫൈനൽ ഇയറിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു പ്രാക്ടിക്കലും കൂടിയേ ഉള്ളൂ ചെയ്യാൻ. ആ പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഇപ്പൊ സെന്റർ നെക്സ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ തിയറി പേപ്പേഴ്സും അതാത് സമയത്ത് തന്നെ എനിക്ക് എഴുതാൻ പറ്റി. അതാത് നമ്മൾ ജോലി ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലാസ് കേൾക്കാനോ ഇതാക്കാനോ ഒന്നുള്ള സൗകര്യം ഉണ്ടാവില്ല. ഞാൻ ചിലപ്പം കിച്ചണിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഹെഡ്ഫോൺ വെച്ചിട്ടൊക്കെയാണ് ചിലപ്പം ക്ലാസ് കേട്ടോണ്ടിരുന്നത്. ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് സമയം ഉണ്ടാവുള്ളൂ. വർക്കിംഗ് ആവുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റെക്കോർഡഡ് ക്ലാസ്സസ് ആവുന്ന സമയത്ത് നമുക്ക് ഏത് സമയവും നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് കേൾക്കാനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട്സ് എടുത്ത് നോക്കാനും ആക്സസ് ചെയ്യാനും പറ്റും. ബിക്കോസ് ആ ആപ്പിൽ എപ്പോഴും ക്ലാസ്സസും നോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇവരുടെ ആ സിസ്റ്റമാറ്റിക് ആ അറേഞ്ച്മെന്റും അപ്പൊ ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ഓൾ പേപ്പേഴ്സ് ഞാൻ ക്ലിയർ ചെയ്തു. 80 to 90% ഡിഫറെന്റ് മാർക്സ് ആണ്. ചിലതിന് 80 ഉണ്ട്, ചിലതിന് 85 ഉണ്ട്, 86 ഉണ്ട്, 90 ഉണ്ട്, 92 വന്നിട്ടുണ്ട്. അപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഈ അതാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 40ാമത്തെ വയസ്സ്. യെസ്, ഹലോ പറഞ്ഞോളൂ കേൾക്കാം. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ 40ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഒരു യങ് ഏജ് അല്ല. പഠിക്കുന്നത് പല കാര്യങ്ങളും മറന്നുപോകാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ ഒരു ഏജിൽ എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യങ് ഏജിൽ വരുന്ന ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേൺ വൈസ്. അവരെന്നെ ഫീസിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ എന്റെ കുറെ ഫ്രണ്ട്സ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് എന്നോട് താങ്ക്സ് പറഞ്ഞു. ബിക്കോസ് ഞങ്ങൾക്ക് നല്ല ഹെൽപ്പായി ലേൺ വൈസിന്റെ ഈ ആപ്പ്. നിങ്ങളും ഈ ഓറിയന്റേഷൻ ക്ലാസ് ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും MA സൈക്കോളജി ലേൺ വൈസിന്റെ ക്ലാസ്സസ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ലേൺ വൈസിന്റെ എല്ലാ ക്രൂവിനോടും എൻ്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
താങ്ക് യു സോ മച്ച് ധന്യ. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടല്ലേ ധന്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിൽ വളരെയധികം താങ്ക്ഫുൾ ആണ് കേട്ടോ നമ്മള്. കാരണം സ്റ്റുഡൻസിന്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവാറുണ്ട്. PG എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? PG എന്ന് പറയുന്നത് വലിയൊരു ഡിഗ്രി തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ ചാലഞ്ചസ് വരുന്ന സമയത്തൊക്കെ ഒരു പേടി ഉണ്ടാവും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന്. സോ അതെല്ലാം ധന്യ ക്ലിയർ ചെയ്ത് കൊടുത്തു. അതിന് വലിയൊരു താങ്ക്സ് കേട്ടോ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന്. താങ്ക് യു സോ മച്ച് ധന്യ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എല്ലാം സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു പേപ്പേഴ്സ് എല്ലാം. ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു മാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും മെന്റേഴ്സ് അല്ലെങ്കിൽ SSCs ആണെങ്കിലും അവരെ കണക്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ധന്യ. സോ നമുക്ക് നെക്സ്റ്റ് അലൂമിനി ആരാന്ന് നോക്കാം. ജിനിൽ തോമസ്, MCOM ജൂലൈ 21 ബാച്ചിൽ ജിനിൽ തോമസ് ആണ് നമ്മുടെ നെക്സ്റ്റ് അലൂമിനീസ്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഇൻവൈറ്റ് യു ജിനിൽ. ഓക്കെ ഓക്കെ ഗുഡ് ഈവനിങ് ഓൾ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ജിനിൽ. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ജിനിൽ തോമസ്. ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരി കുറ്റിപ്പുഴയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇപ്പൊ കറന്റില് അക്കൗണ്ടന്റ് ആയിട്ട് താജ് കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ BCom കഴിഞ്ഞ് ഒരു CAയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ MCOM ഇഗ്നോയിൽ ചേർന്നപ്പോ എനിക്ക് ആദ്യം ഭയങ്കര ഒരു വിഷമം എന്ന് തോന്നിയത് എനിക്ക് ഫിനാൻസ് കിട്ടിയില്ല. കാരണം നമ്മുടെ ഇഗ്നോയില് MCOM അവര് CA ഇന്റർ അല്ലെങ്കിൽ CA ഫൈനൽ പാസ്സായാലും മാത്രമേ അവർ ഫിനാൻസ് തരുള്ളൂ. ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് ആണ് എടുത്തത്. അപ്പൊ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പഠിക്കാനായിട്ട് ഭയങ്കര സമയം കുറവായിരുന്നു. സാധാരണ എക്സാമിന് ഒരാഴ്ചക്ക് മുമ്പൊക്കെയാണ് നമുക്ക് ലീവ് തരുള്ളൂ. അപ്പൊ അങ്ങനെ എക്സാമിന്റെ ആ ഒരാഴ്ച മുമ്പാണ് ഞാൻ പഠിക്കാൻ ശരിക്കും ബുക്ക് എടുത്തത് തന്നെ. അപ്പൊ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ അത് വെറുതെ ജസ്റ്റ് വായിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ബുക്കിൽ ഒന്നുമില്ല, വായിച്ച് തീരെയില്ലാന്ന്. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു എക്സാം ഞാൻ യൂട്യൂബിൽ ക്ലാസ് ഒക്കെ നോക്കി ഞാൻ പഠിച്ചു. രണ്ടാമത്തെ പേപ്പർ ഞാൻ എഴുതാൻ നോക്കിയപ്പോ യൂട്യൂബിൽ ക്ലാസ്സസ് ഒന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യും എന്നിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ലേൺ വൈസിന്റെ ഒരു ഡെമോ ക്ലാസ് ഞാൻ കണ്ടത്. അതെനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അന്ന് തന്നെ ഗൂഗിളിൽ നോക്കി ഇവരുടെ നമ്പർ എടുത്ത് ലേൺ വൈസിലോട്ട് വിളിച്ചു ചോദിച്ചു. അങ്ങനെ അവര് എക്സാമിന് 2 ദിവസം മുമ്പാണ് ഞാൻ അത് ചെയ്തത്. അങ്ങനെ വിത്തൗട്ട് മെന്റർ ഇൻസ്റ്റാൾമെന്റിൽ എനിക്ക് തന്നു. ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോസ് കേൾക്കും. ഓരോ ചാപ്റ്ററിന്റെ വീഡിയോസ് കേട്ടിട്ട് ആ വീഡിയോസ് മനസ്സിലാക്കും. എങ്ങനെയാണ് ഓരോ പോയിന്റ് എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് ഞാൻ ടെസ്റ്റിൽ എഴുതി വെച്ച് അതിന്റെ മെയിൻ പോയിന്റുകൾ മാത്രം പഠിച്ച് അങ്ങനെ എക്സാം എഴുതി ഞാൻ പാസ്സായത്. അപ്പൊ ലേൺ വൈസിനോടും വളരെ നല്ല രീതിക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് വിത്തൗട്ട് മെന്റർഷിപ്പിൽ ഞാനത് എടുത്തു പഠിച്ച് അതെനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞത്. ഇവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഭയങ്കര വാല്യൂ ആയിട്ടുള്ളത് തന്നെയാണ്. ആ പേര് പോലെ തന്നെ ഭയങ്കര വാല്യൂ തന്നെയാണ്. കാരണം ടെസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം അതില് അധികം കണ്ടന്റ്സ് ഉണ്ടെങ്കിലും നമുക്കതൊരു മനസ്സിലാവില്ല. ആകെ ഭയങ്കര വൈഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്തത് ഇതേമാതിരി എന്താ പറയാ നമ്മള് അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഹെഡ് പോയിന്റുകൾ മാത്രം ഞാൻ ഒന്ന് പഠിച്ചു വെച്ചിട്ട് ബാക്കി ഞാൻ എൻ്റെ ഓൺ ലാംഗ്വേജിൽ എഴുതി എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടി കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു. അപ്പൊ നിങ്ങൾ ഈ ലേൺ വൈസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്പെടുകയുള്ളൂ. ഫ്യൂച്ചറിലോട്ട് നല്ല ഭാവിയും ഉണ്ടാവുള്ളൂ. ഞാൻ MCOM കൊണ്ടും നിർത്തിയില്ല. ഇപ്പൊ ഞാൻ എൻറോൾഡ് ഏജന്റ് US ടാക്സേഷന്റെ ഒരു കോഴ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലേൺ വൈസിനോട് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെയാണ് ഇവരുടെ ക്ലാസ്സുകൾ ഇവർ നൽകുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ആണ്. അതേമാതിരി തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്, പിന്നെ നമുക്ക് അസൈൻമെന്റിനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അധികം വലിയ കാര്യമായ ഫീസും ഇല്ല. നല്ല അത്യാവശ്യം അധികം ഫീസൊന്നും ഇല്ലാണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതും. അതേമാതിരി ക്ലാസ്സസ് ആയാലും നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ എപ്പോൾ പഠിച്ചാലും, അതായത് എക്സാം ഡെയിലി പഠിക്കണമെന്ന് ഞാൻ പറയില്ല. എക്സാമിന്റെ എപ്പോൾ നിങ്ങൾ പഠിച്ചാലും അത് മനസ്സിലാക്കി നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നല്ല സപ്പോർട്ടാണല്ലോ നമുക്ക് ലേൺ വൈസ് തരുന്നത്. എന്റെ പേഴ്സണലി എനിക്ക് നല്ലൊരു ഒപ്പീനിയൻ ആണ് ലേൺ വൈസ് നിന്ന് കിട്ടിയിരിക്കുന്നത്. അതേമാതിരി തന്നെ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ലേൺ വൈസിൽ ചെയ്ത് പഠിക്കണമെന്നും. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജിനിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിനിലും വിത്തൗട്ട് മെന്റർ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണ് നമ്മുടെ. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ പോലെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ജിനിൽ പാസ് ഔട്ട് ആയി.
ഇപ്പൊ നെക്സ്റ്റ് കോഴ്സ് എൻറോളും ചെയ്തു അല്ലെ. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു ഏതൊരു കോഴ്സ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത് MA ആയിക്കോട്ടെ, MCOM ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഏതും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് അലൂമിനി ആരാ നോക്കാം. അനഘ ഫ്രം MA സൈക്കോളജി, Jan 22 ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് അനഘ. അനഘ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഐ ഇൻവൈറ്റ് അനഘ ടു ഷെയർ എക്സ്പീരിയൻസസ്. എന്റെ പേര് അനഘ. ഞാൻ ഇഗ്നൂന്ന് MA സൈക്കോളജി ആണ് ഓപ്റ്റ് ചെയ്തത്. ഞാൻ ഇഗ്നു ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനും എടുത്തത്. എന്തായിരിക്കും ഇത്, എങ്ങനെയായിരിക്കും പഠിക്കുക, ഡിസ്റ്റന്റ് ആണല്ലോ, നമുക്ക് ബുക്സ് എപ്പോഴാ കിട്ടുക, നമുക്ക് എങ്ങനെയാണ് ക്ലാസ്, എവിടെ നിന്നാണ്, എന്തൊക്കെ സോഴ്സസ് ആണ്, നമ്മളെ ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ജോയിൻ ചെയ്ത് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഇഗ്നുവിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഞാൻ ജോയിൻ ആയതും അതിന്ന് പിന്നീടാണ് നമുക്ക് ഓരോ ഇൻഫർമേഷൻസ് കിട്ടുന്നതും. അപ്പൊ അതിനു മുമ്പ് തന്നെ എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്ന് പറയുന്നത്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലേൺവൈസ് ഹൈക്വൈസ് എന്നായിരുന്നു ഇതിന്റെ പേര്. അപ്പൊ ഞാന് ഈ ഒരുപാട് യൂട്യൂബ് അതുപോലെ ഗൂഗിൾ സെർച്ച് ഒക്കെ സെർച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു തവണ യൂട്യൂബില് നബീൻ സാറിന്റെ തോന്നുന്ന ഒരു വീഡിയോ കണ്ട് ഭയങ്കരമായിട്ട് ആ സാറിന്റെ ക്ലാസ് അത്രയും ഏതൊരാൾക്കും, ഇപ്പൊ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ഒരാൾക്ക് പോലും അത്രയും എളുപ്പമായിട്ട് വളരെ ഈസി ആയിട്ടാണ് സാറ് മനസ്സിലാക്കി തന്ന ക്ലാസ്. ആ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഈ ലേൺവൈസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അതില് മുന്നോട്ട് ജോയിൻ ആവുകയും ഒക്കെ ചെയ്തത്. അപ്പൊ എനിക്കൊരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോ ആ ടൈമിൽ എനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെന്റലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്ന് പറയുന്നത്. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇഗ്നൂല് നമ്മൾ എപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ അസൈൻമെന്റ് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, അസൈൻമെന്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാം കേൾക്കുന്നുണ്ടോ? വീഡിയോ ഓൺ ആക്കണ്ട അനഘ, സംസാരിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ചെറിയൊരു കുട്ടി ഉള്ളത് കുഴപ്പമില്ല, മനസ്സിലാവും. അപ്പൊ നമ്മള് എല്ലാവർക്കും ഉള്ള ടെൻഷൻ പോലെ തന്നെ ഞാനും ജോയിൻ ചെയ്തത് ഈ ലേൺവൈസ് എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഫാമിലിയും അതുപോലെ നമ്മുടെ പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. ഇതിപ്പോ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല മറ്റുള്ളവർക്ക്. സെയിം സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യം. ചെറിയ കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയും വേണ്ട. ആ ടൈമില് എന്റെ ഫസ്റ്റ് മെന്റർ എന്ന് പറയുന്നത് ഫെബ മാം ആയിരുന്നു. മാം എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കിട്ടിയാൽ മാത്രം പഠിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അങ്ങനെ എന്നെ പഠിക്കാനും അസൈൻമെന്റ് എഴുതാനും ഒക്കെ മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഇയറിൽ ഇതുപോലെ വീണ്ടും മെന്റർഷിപ്പിൽ തന്നെ ലേൺവൈസിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എനിക്ക് വൈഷ്ണവി മാമിനെയാണ് മെന്ററായിട്ട് കിട്ടിയത്. മാമിനെ അറിയുമെന്നറിയില്ല, ഞാൻ ഒരുപാട് മാമിനെ ശല്യം ചെയ്തിട്ടുണ്ട് എക്സാമിന്റെ ടൈമിലും അതുപോലെ അതിന് മുമ്പും. ഒരുപാട് കാര്യങ്ങൾക്ക് മാമിനെ ഒരുപാട് കാര്യം ചോദിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ ഈ ഒരു ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡൗട്ട് വന്ന മാമിനോട് ചോദിച്ചിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പ് മാത്രമായിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഒരുപാട് മെന്റൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഹാപ്പിനെസ് പ്രോഗ്രാം, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ. പിന്നെ ഇവരുടെ തന്നെ ഓണ സെലിബ്രേഷൻ ഭയങ്കര ഓർമ്മയുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ നമുക്കൊരു റെഗുലർ സ്റ്റുഡന്റിന് ഉണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ വീണ്ടും അതൊക്കെ തിരിച്ചു കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കുക എന്ന് പറയുന്ന കാര്യം എത്ര എളുപ്പമാക്കി തന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതില്. ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഞാൻ ഒരു ലൈവ് സെഷനും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരാളെ.
കാരണം എൻ്റെ ഒരു സമയപരിമിതി കൊണ്ട് എനിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം. പിന്നെ മെന്ററിനെ വിളിച്ചിട്ടുള്ള ഡൗട്ട് ചോദിക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു റെക്കോർഡഡ് വീഡിയോസ് ഞാൻ 1.5 സ്പീഡിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത്ര സ്പീഡിൽ ഇരുന്ന് കണ്ടാൽ പോലും അത്രയും വളരെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ വളരെ ഒരു ആൾക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിക്കാണ് പറഞ്ഞത്. ഞാനിപ്പോ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഡിഗ്രി സൈക്കോളജി ആയിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ എനിക്ക് പഠിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് ഇന്നതായിരുന്നൂലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ പഠിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എടുത്തത് സൈക്കോളജിയാണ്, അതുപോലെയുള്ള എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ലെക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഭയങ്കര സൂപ്പർ ആയിരുന്നു. അതുപോലെ എത്രത്തോളം ആൾക്കാർ മെന്റർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ തന്നെ ഉള്ള ഫ്രണ്ട്സ് എനിക്കറിയാം. ഞാൻ ഈ ലേൺ വൈസിന്റെ ഗ്രൂപ്പിൽ 2-3 പേര് ഇതുപോലെ ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ട് ജസ്റ്റ് അവരുമായിട്ട് ക്ലാസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചിലവര് നമ്മുടെ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം മെന്റർഷിപ്പ് എടുക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ അവർക്കാണെങ്കിലും ലേൺ വൈസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സൈസ് എത്രയാണ്. ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു എക്സ്ട്രാ കോഴ്സ് ഇല്ലാതെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, വായിച്ച് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇഗ്നൂന്റെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള സംഭവമാണെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഡിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു PG ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവുമോ, അത് നമുക്ക് ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള പല ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്, എനിക്കിപ്പോ നെക്സ്റ്റ് വീക്ക് ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ആ ഒരു സന്തോഷം കൂടി പറയാനുള്ള ഒരു അത്രയും അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്, ഈ ലേൺ വൈസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ഇതിലെ ഓരോരുത്തരോടും, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയ ആൾക്കാരോട്, ഇതിലുള്ള എല്ലാ ടീച്ചേഴ്സിനോടും, എനിക്ക് എന്റെ ഹെൽപ്പ് ചെയ്ത എല്ലാ മെന്റേഴ്സിനോടും ഒക്കെ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഇതിന് ഇപ്പൊ ഇരിക്കുന്ന ബാക്കിയുള്ളവരോട് നിങ്ങൾക്കും സാധിക്കും. ഇപ്പൊ എനിക്ക് ടൈം ഒട്ടും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. കാരണം അങ്ങനെ ഒരു വീട്ടിലെ പല പല പ്രശ്നങ്ങളുടെ ഇടയിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ എനിക്ക് സാധിക്കിച്ച അതിനും സമയമുള്ള ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ മതി, നല്ല മാർക്കോട് കൂടിയിട്ട് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ലേൺ വൈസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പഠിക്കാൻ പാസ്സാവാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനക. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അനക എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മാം, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചവർക്കൊന്നും ജോലി കിട്ടില്ല സൈക്കോളജിസ്റ്റ് ആയിട്ട്, അതുപോലെ MPhil നിംഹാൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, റെഗുലർ ആയിട്ടുള്ളവരെ മാത്രമേ അവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനക എനിക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പോ ജോലി കിട്ടിയെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ഒരു സ്റ്റുഡന്റിന് നമ്മുടെ ഒരു ജോലി കിട്ടി, സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു ജോലി കിട്ടി എന്ന് പറയുന്ന സമയത്ത് അതിലെ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മെന്റേഴ്സ് സന്തോഷിക്കും അല്ലെ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് അനക, ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമായി അനക പറഞ്ഞത്. ഞാൻ അനകനെ കോണ്ടാക്ട് ചെയ്യാട്ടോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തതിൽ താങ്ക് യു സോ മച്ച് ട്ടോ. താങ്ക് യു. സോ നെക്സ്റ്റ് അലൂമിനി ആരാ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് കീർത്തിയാണ്, ഫ്രം BA സൈക്കോളജി. കീർത്തി BA സൈക്കോളജി ജൂലൈ 22 ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ കറന്റ് 3rd ഇയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സോ നമുക്ക് കീർത്തിയുടെ ഒരു എക്സ്പീരിയൻസ് നോക്കാം. കീർത്തി. അപ്പോൾ എൻ്റെ പേര് കീർത്തി എന്നാണ്. ഞാൻ BA സൈക്കോളജി 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൽ 180 ഓൾമോസ്റ്റ് 200 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരൊക്കെ പോയി തോന്നുന്നു. അവരെന്തായാലും
ഒരു ഡിഗ്രി അതല്ലെങ്കിൽ ഒരു PG എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെയധികം ചോദ്യങ്ങൾ ഒരുപാട്, എന്താ പറയാ, മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ. അതായത് ഞാൻ എടുക്കണോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ടാവുമോ, അതുപോലെ പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. കാരണം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 1 ഇയറോളം ആലോചിച്ചു, എടുക്കണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ. അപ്പോൾ എന്തായാലും ഞാൻ അവസാനം എന്ത് വിചാരിച്ചാലും ശരി, എടുത്തു നോക്കാം, പറ്റുന്നത് വരെ പോവാന്ന് വിചാരിച്ചെടുത്തു. അങ്ങനെയാണ് ഞാൻ ഇഗ്നോയിലേക്ക് വന്നത്. കാരണം ഡിസ്റ്റൻസ് ആയി എടുക്കലായിരിക്കും കൂടുതലും നന്നത് തോന്നി. കാരണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എടുത്തപ്പോൾ പിന്നെ ബുക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴും ഈ പറഞ്ഞ പോലെ വായിച്ചു നോക്കിയപ്പോൾ ഇതിപ്പോ എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെയാണ് നമ്മൾ കുറെ യൂട്യൂബിൽ കുറെ ക്ലാസ്സസ് നോക്കി. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിന്റെ ഒരു ക്ലാസ് കണ്ടത്. ഈ പറഞ്ഞ പോലെ നബീൽ സാറിന്റെ ക്ലാസ് തന്നെയായിരുന്നു ആദ്യം, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ആ ക്ലാസ് കണ്ടപ്പോൾ ഈ ക്ലാസ് കൊള്ളാലോ. ഇപ്പൊ ടെക്സ്റ്റ് വായിച്ചു നോക്കുന്നതും അതുപോലെ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോഴും ഇത്രയും സിമ്പിൾ ആയിരുന്നു വിചാരിച്ചു. അപ്പൊ ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഞാൻ അന്ന് തന്നെ ജോയിൻ ചെയ്തു. കാരണം ഞാൻ വേറെ ആരോട് ചോദിക്കാനോ പറയാനൊന്നും നിന്നില്ല. അപ്പൊ തന്നെ ഞാൻ ജോയിൻ ജോയിൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് ആദ്യം മെൻറ്ററെ കിട്ടിയത് ആദിമ മാം ആയിരുന്നു. പക്ഷെ മാം 2 മാസം കഴിഞ്ഞപ്പോൾ എന്താ ലീവിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് സുനീറ മാമിനെ കിട്ടിയത്. ഇപ്പോഴും സുനീറ മാം ആണ് എൻ്റെ മെൻറ്റർ. മാമിൻ്റെ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം ഏത് പാതിരാത്രിക്ക് മെസ്സേജ് അയച്ചാലും മാം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ റിപ്ലൈ വരും. അപ്പൊ നമുക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിൽ ചോദിക്കാൻ, കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇനി ഡൗട്ട് ആണെങ്കിൽ ശരി, ഇനി നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെങ്കിലും ശരി. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെൻറ്ററുടെ ഭാഗത്ത് നിന്ന് എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അസൈൻമെന്റിന്റെ കാര്യമാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത്. കാരണം നമുക്ക് ഇഗ്നൂവിൽ ആകെ അസൈൻമെന്റും എക്സാമും മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ള എന്താ പറയാ യൂണിവേഴ്സിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സിമ്പിളാണ് കാര്യങ്ങൾ. അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ, അതായത് നമ്മൾ അത്യാവശ്യം എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ലേൺ വൈസിന് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഗൈഡായിട്ട് തന്നെ കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ എങ്ങനെ അസൈൻമെന്റ് എഴുതണം, അതുപോലെ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഗൈഡ് ബുക്കിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ ബാക്കിയുള്ള നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. എങ്ങനെയൊക്കെയാണ് എഴുതുക, എന്തൊക്കെയാണ് കണ്ടന്റ്സ് വേണ്ടത്, അത് നമുക്ക് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാലും മനസ്സിലാവും, ഗൈഡിൽ നോക്കിയാലും മനസ്സിലാവും. പിന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ നോക്കുന്നത് കൊണ്ട് വേറൊരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് എക്സാമിനും അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റുകൾ നമ്മളുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അത് നമ്മൾ എക്സാമിനും ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കൊന്നും ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാ. അങ്ങനെ ഒരു ഔട്ട് ഓഫ് സിലബസോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ ലെവലിലോ അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് ഫുള്ള് ടെക്സ്റ്റിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് നന്നായി നോക്കുക. പക്ഷെ ടെക്സ്റ്റ് കുറച്ച് എക്സാഗ്രേറ്റഡ് ആണ്. പിന്നെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ, ലേൺ വൈസിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്, പിന്നെ എക്സാം പീഡിയ. ഇതെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകളും പിന്നെ ലൈവ് ക്ലാസ്സുകളും. ഞാൻ മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡൗട്ട് ആണെങ്കിലും ശരി, നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്യാനും അപ്പോൾ എല്ലാ ടീച്ചേഴ്സും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അസൈൻമെന്റ്സ് ഈ പറയും പോലെ കറക്റ്റ് അസൈൻമെന്റ് നമുക്ക് കറക്റ്റ് ടൈമിന് സബ്മിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ തന്നെ. അതായത് നമ്മൾ ലാഗ് ചെയ്യുമ്പോഴാണ് കൂടുതലും ലാഗ് ആവുന്നത്. അല്ലാതെ വേറെ നമുക്ക് എന്താ പറയാ എഴുതാനുള്ള കണ്ടന്റ് കിട്ടാത്ത പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കൂടുതലും നമ്മൾ ലാഗ് ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതൽ ലാഗ് ആവുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടിയും, അതായത് ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 9 മന്ത്സോളം നമുക്ക് കിട്ടും അത് എഴുതാനും സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു 8 സബ്ജക്റ്റ് ഒക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 9 മന്ത്സ് ഒക്കെ ഈസിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ അനുസരിച്ച് നമുക്ക് എഴുതുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. ചില സെന്റേഴ്സിന് അവർക്ക് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടി വരും. കുറച്ച് പേർക്ക് അത് ചുരുക്കി എഴുതിയെന്ന രീതിയിലായിരിക്കും. അത് ഓരോ സെന്റർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ കലൂർ സെന്റർ ആയത് കാരണം ഞങ്ങൾക്ക് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ അസൈൻമെന്റ് ഒക്കെ എഴുതണം. എന്നാലും നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്തൊരു ഇതായിട്ട് തോന്നുന്നില്ല. കുറച്ച് ഞാൻ ഡിലേ, ഒരു തവണ മാത്രം കുറച്ച് ഡിലേ ആയി. കാരണം ഞാൻ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയി. കാരണം
ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരോ ടെൻഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മെൻറ്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ കുറെ ഒരു ശരി എനിക്ക് പറ്റും, ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്താൽ പോരെ പറഞ്ഞ് അങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട് എഴുതി. ഫസ്റ്റ് ഇയറിൽ ഞാൻ ഫുൾ എക്സാമും അപ്പം തന്നെ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കി. പിന്നെ സെക്കൻഡ് ഇയറിലും ഈ പറഞ്ഞ പോലെ അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും, ചെയ്യാൻ പറ്റും എന്തായാലും. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തല്ലോ, അപ്പം ഇനി എന്തായാലും സെക്കൻഡ് ഇയർ ചെയ്യാൻ പറ്റാതെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഇയറിലും കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ തേർഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് ഇയറിലും ഈ പറഞ്ഞ പോലെ പിന്നെ മാക്സിമം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത് എത്രത്തോളം നല്ലതാണെന്നാണ് ഞാൻ പറയൂ. നമുക്കതിൻ്റെ റെക്കോർഡഡ് കിട്ടുമെങ്കിലും ആ ലൈവിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സെഷൻസ് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവർ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മളുടെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ. അപ്പോൾ ലൈവ് സെഷൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായും. പിന്നെ അതേപോലെ ഡെയിലി നമ്മൾ ഒരു റെക്കോർഡഡ് സെഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ടച്ച് വിടില്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെൻട്ര വീക്ക്ലി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ് കാണും. കാരണം ഇല്ലെങ്കിൽ മോശമല്ലേ, മെൻട്ര അത്രയും ചോദിക്കണു. അപ്പോൾ ഒരു ക്ലാസ്സെങ്കിലും ഒരു ക്ലാസ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മാമിനോട് പറയാലോ ഒരു ക്ലാസ് കണ്ടു എന്നുള്ളത്. അപ്പോൾ ഡെയിലി ഒരു ക്ലാസ്സെങ്കിലും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ടച്ചും വിടില്ല, ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി പോയാൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതിന് നമുക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എക്സാം ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര പേടിക്കാനുള്ള ഒരു ടൈപ്പ് ഒന്നുമല്ല. പിന്നെ എന്തെങ്കിലും റീ രജിസ്ട്രേഷൻ വരുന്ന സമയത്തും ലേൺ വൈസ് നമുക്ക് അവർ തന്നെ ചെയ്തു തരും. പിന്നെ എക്സാം രജിസ്ട്രേഷൻ ആണെങ്കിലും അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ അവരെല്ലാ നോട്ടിഫിക്കേഷനും തരുന്ന പോലെയാണ് ഈ ലേൺ വൈസും ഉള്ളത്. അപ്പോൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതിലിനി മെൻറ്ററുടെ ഒരു സപ്പോർട്ടും കൂടി എന്തായാലും കിട്ടുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഈ ഒരു എല്ലാവരും ഇത്രയും എത്തിയില്ലേ, അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് കീർത്തി. കീർത്തിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള എന്താന്ന് വെച്ചാല് സൈക്കോളജി എടുക്കുന്ന എല്ലാ മെന്റേഴ്സിനെയും കീർത്തിനെ അറിയുന്നുണ്ടാവും. ഒരാൾക്ക് പോലും അറിയത്തില്ല കീർത്തിനെ. കാരണം എന്താ വെച്ചാൽ കീർത്തി എല്ലാ ലൈവ് സെഷനും ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കീർത്തി ആയിരിക്കും. സോ നമ്മൾ ആദ്യം നോക്കുക കീർത്തി ഉണ്ടോന്നാണ് ലൈവ് സെഷന്. അപ്പോൾ അതുകൊണ്ട് കീർത്തിനെ എല്ലാവർക്കും അറിയാം. കീർത്തി ഡൗട്ട് ചോദിക്കും ലൈവ് സെഷൻ. നമുക്ക് മെന്റേഴ്സ് ആസ് എ ടീച്ചർ നമുക്ക് ഡൗട്ട് ചോദിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു പ്രത്യേക ഒരു നോട്ടീസ് ചെയ്യും നമ്മൾ, അല്ലെ? ഓക്കെ, ഈ കുട്ടി ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി പഠിക്കുന്നുണ്ട്, എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് സബ്ജക്റ്റിനോട്. അപ്പൊ കീർത്തി അങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സൈക്കോളജിയിലെ എല്ലാ ടീച്ചേഴ്സിനും കീർത്തിനെ അറിയാം. കീർത്തി എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. സോ കീർത്തി ഇപ്പൊ എല്ലാത്തിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ എക്സാംസ് ആവട്ടെ, അസൈൻമെന്റ്സ് ആവട്ടെ, രജിസ്ട്രേഷൻ, എക്സാം രജിസ്ട്രേഷൻ വരെ കീർത്തി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച് കീർത്തി. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും വലിയൊരു ഇൻസൈറ്റ് തന്നെയാണ് കീർത്തി ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് കീർത്തി ഫോർ ജോയിനിങ്. താങ്ക് യു. അപ്പോ ഇന്നത്തെ സെഷനിൽ നമ്മുടെ മേജർ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ മേജർ എയിം എന്ന് പറഞ്ഞാല്. സോ സക്സസ് ഇസ് നോട്ട് ദ കീ ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇസ് ദ കീ ടു സക്സസ്, അല്ലെ? ഇഫ് യു ലവ് വാട്ട് യു ഡൂയിങ് യു വിൽ ബി സക്സസ്ഫുൾ.
എന്നാണ് നമ്മുടെ ആൽബർട്ട് ഷ്വീറ്റ്സർ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടെ പഠിക്കുക. നിങ്ങൾ സൈക്കോളജി ആണെങ്കിലും MCOM ആണെങ്കിലും BCom ആണെങ്കിലും BC ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടത്തോടെ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചിട്ട് പോവാം അല്ലെ. പഠിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ ഒരു സപ്പോർട്ടായിട്ട് ലേൺ വൈസ് എന്നും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ വിത്ത് മെന്റർ ആയാലും വിത്തൗട്ട് മെന്റർ ആയാലും ലേൺ വൈസിന്റെ ഹെൽപ്പ്, സപ്പോർട്ട്, ഗൈഡൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തൊരു സജഷൻസും ക്രിറ്റിസിസംസ് ആയാലും എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ മിസ്റ്റേക്സിൽ വർക്ക് ചെയ്യാനേ നോക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ ലേണേഴ്സിന്റെയും ജേർണി നമുക്ക് സ്പെഷ്യൽ ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അലൂമിനീസും സംസാരിക്കുന്ന കേട്ടു. കുറെ പേരൊക്കെ പാസ് ഔട്ട് ആയി, കുറെ പേര് ജോലി കിട്ടി അല്ലെ, കുറെ പേര് നെക്സ്റ്റ് കോഴ്സിലേക്ക് എൻറോൾമെന്റ് ചെയ്തു. സോ നാളെ നിങ്ങളും പഠിച്ച് പാസ് ഔട്ട് ആയിട്ട് ഇതുപോലെ ലേൺ വൈസിൽ നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമിനൊക്കെ വന്ന് ഇതുപോലെ അലൂമിനി മീറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാൻ സാധിക്കട്ടെ. സക്സസ്ഫുള്ളി നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഇയർ കംപ്ലീറ്റ് ആവാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പ്രോഗ്രാം. സോ നെക്സ്റ്റ് സെഷൻ വരുന്നത് പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദി ലേൺ വൈസ് ടീം എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ആണ്. സോ ഈ സെഷന്റെ മേജർ ഫോക്കസ് നമ്മൾ ലേൺ വൈസിലെ ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ്. മെന്റേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ACs ആയിക്കോട്ടെ, നമ്മുടെ അതോറിറ്റീസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ, ബൈ.